ഒറ്റ ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന, താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സംഘടന എന്താണ്, അവരുടെ പ്രസക്തി എന്താണ്? നിങ്ങള് ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തിയില്ല. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു വെച്ചപ്പം ആരും അറിഞ്ഞു. നിങ്ങൾക്ക് അല്ല പറയണേക്കോ, നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അല്ല അമ്മ അത് കേൾക്കൂ, നിങ്ങളത് കേൾക്കൂ. അല്ലല്ല അങ്ങനെ സംസാരിക്കരുത്. ഇത് അല്ലല്ല, ഇത് കേൾക്കൂ. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ലോ, നിങ്ങളിത് കേൾക്കൂ. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞു, സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ. അത് മാന്യതയല്ലോ. ആ ചോദ്യം അതല്ല, അമ്മയുടെ പ്രസക്തി എന്താണെന്ന് അമ്മയുടെ അംഗങ്ങൾക്കറിയാം. അമ്മയുടെ അംഗങ്ങളോട് ചോദിക്കും. ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ജയചന്ദ്ര പറഞ്ഞതിനോട് താങ്കൾ അമ്മയുടെ നയം രൂപീകരിക്കാനല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയോഗിച്ചത്. ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണ്. താങ്കളുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അല്ലല്ല, ആരോടാ ചോദിച്ചതെന്ന് അറിയാവുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചത്. ഈ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി അമ്മയുടെ പ്രസക്തി എന്താണ്? നമുക്കറിയില്ലല്ലോ ആരോടാ ചോദിച്ചത്. അല്ല, അമ്മയുടെ പ്രസക്തി എന്താണ്? പിന്നെ അമ്മയുടെ അല്ല, ഈ നയം രൂപീകരിക്കും. അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അമ്മയില്ല, ആരും പരാതി പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം 94 മുതൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. ആ അമ്മയുടെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ അവിടെയല്ല, അമ്മയില് അംഗങ്ങളായവർ പരാതിപ്പെട്ടാലേ നമ്മൾ അറിയുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ 2015 പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ. ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്നെ പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരൊറ്റ പരാതി